ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്തുന്ന ആളാണോ? ഓക്കെ, അതായത് ഇപ്പൊ ഞാനിവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. പലരും പറയാറ് ഇങ്ങനെയാണ്, ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ 2 years. നമുക്ക് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കും, പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ 2 years അല്ല. അതായത് ഇംഗ്ലീഷിലൊരു നിയമമുണ്ട്, കുറച്ച് മുമ്പ് തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാവ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇത് പറയേണ്ടത് എങ്ങനെയാണ്? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി അവൻ ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹി ഹാവ് ബീൻ എന്ന് പറയില്ല, ഹി വരുമ്പോ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഓക്കെ, ഇനി അറിയാതെ നമ്മൾ പറയാണ് അവൻ ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്, ഹി ഈസ് വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കും, പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, ഇനി വേറെ കാര്യം, നീ എത്ര കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ പറയാം? ഹൗ ലോങ് ആർ യു വർക്കിംഗ് ഹിയർ? കേട്ടാൽ മനസ്സിലാവും, പക്ഷെ അതും തെറ്റാണ്. അത് പറയേണ്ടത് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്? ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇനി മുതൽ വരുത്തരുത്. ഓക്കെ, സോ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങൾ അറിയിക്കണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ കോമന്റ് ചെയ്യാം, യെസ് എന്ന് കോമന്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണോ? ഞങ്ങൾക്ക് വേണ്ടത് 2 മാസം സമയം. നിങ്ങൾ ഒരു അരമണിക്കൂർ, നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് തന്നാൽ 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും.